കാക്കകളെ കണ്ടിട്ടില്ലാത്ത മലയാളികൾ ഉണ്ടാകില്ല. കാക്കേ കാക്കേ കൂടെവിടെ എന്ന് പാട്ട് പാടാത്തവരും കുറവാകും. മലയാളികളെ സംബന്ധിച്ച് കാക്കകൾ തങ്ങളുടെ പിതൃക്കളാണ്. മരിച്ചുപോയവർ ബലിക്കാക്കകളായി രൂപമെടുത്ത് നമ്മുടെ പരിസരത്ത് കഴിയുന്നു എന്നാണ് വലിയൊരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത്. കർക്കിടക മാസത്തിലെ കറുത്തവാവിന് ബലിക്കാക്കകൾ കേരളത്തിൽ വലിയ ഡിമാൻഡാണ്. അന്ന് ബലിയിട്ട് കാക്കകളെ കൈകൊട്ടി വിളിച്ച് ബലിച്ചോറ് നൽകുന്ന ആചാരം നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഹിന്ദുമത വിശ്വാസികൾ മരിച്ചാൽ ബലിയിട്ട് ആ ബലിച്ചോറ് നൽകുന്നതും കാക്കകൾക്കാണ്. വിശ്വാസം അവിടെ നിൽക്കട്ടെ, നമുക്ക് ആ പഴയ പാട്ടിന്റെ പിന്നാലെ പോകാം. കാക്കയുടെ കൂട് എവിടെയെന്ന് നമുക്കറിയാം. കാക്കകൾ കൂട്ടത്തോടെയാണ് വസിക്കുന്നത്. കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും ഇത്തരത്തിൽ കാക്കകളുടെ കോളനികൾ അല്ലെങ്കിൽ കാക്കത്തോപ്പുകൾ കാണാനാകും. എന്നാൽ കാക്കകൾ എവിടെയാണ് മരിക്കുന്നത്? ഷോക്കേറ്റ് ചത്തു വീഴുന്ന കാക്കകളെ അല്ലാതെ സ്വാഭാവിക മരണം സംഭവിച്ച കാക്കകളുടെ മൃതദേഹം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല എന്നാകും ഭൂരിഭാഗം പേരും ഉത്തരം പറയുക. മരണമടുക്കുമ്പോൾ ഈ കാക്കകൾ എവിടേക്കാണ് പോകുന്നത്? ചത്ത കാക്കകളെ മറ്റ് കാക്കകൾ എന്ത് ചെയ്യും? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാം. അതിനു മുമ്പ് നാം കാണുന്ന ഈ കാക്കകളുടെ ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കറുപ്പിന് ഏഴഴകാണ് എന്നാണ് പൊതുവെ പറയുന്നത്. കാക്കകളുടെ കാര്യത്തിൽ അത്ര അഴകുള്ളത് കാക്ക തമ്പുരാട്ടിക്കാണ്. ആ പക്ഷിക്ക് കാക്കകളുമായി യാതൊരു ബന്ധവുമില്ല എന്നത് വേറെ കാര്യം. അഴകിന്റെ കാര്യത്തിൽ അല്പം പിന്നിലാണെങ്കിലും വൃത്തിയുടെ കാര്യത്തിൽ വലിയ കണിശക്കാരാണ് കാക്കകൾ. നന്നായി കുളിക്കും എന്ന് മാത്രമല്ല, പരിസരം കൊത്തിപ്പെറുക്കി വൃത്തിയാക്കാനും ഇവർ മിടുക്കരാണ്. കേരളത്തിൽ രണ്ട് തരം കാക്കകളാണുള്ളത്: ബലിക്കാക്കകളും കാവതിക്കാക്കകളും. ബലിക്കാക്കകൾക്കാണ് കേരളത്തിൽ ഡിമാൻഡ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. കാവതിക്കാക്കകളെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പെനാക്കാക്ക, കായിതൻ കാക്ക തുടങ്ങി പ്രാദേശികമായി ഇവർക്ക് നിരവധി പേരുകളുണ്ട്. പക്ഷികളിലെ സമൂഹ ജീവികളാണ് കാക്കകൾ. 100 മുതൽ 1000 മുകളിൽ വരെ എണ്ണം കാക്കകൾ ഓരോ സമൂഹത്തിലുമുണ്ട്. സാമൂഹിക ജീവിയാണെങ്കിലും കുടുംബജീവിതത്തിൽ അല്പം പ്രൈവസി ഒക്കെ ഉണ്ട് കേട്ടോ. മുട്ടയിടാൻ സമയമാകുന്നതോടെ ഇണകൾ സമൂഹത്തിൽ നിന്ന് മാറി ചെറിയൊരു കൂടുണ്ടാക്കും. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പറക്കമുറ്റുന്നതോടെ കൂടുപേക്ഷിച്ച് പൊതുസമൂഹത്തിനൊപ്പം ചേരുകയും ചെയ്യും. മനുഷ്യരുള്ള സ്ഥലങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണാൻ കഴിയുക. കണ്ണിൽ കാണുന്നതെന്തും ഭക്ഷിക്കും. അല്പസ്വല്പം ഭക്ഷണമൊക്കെ കരുതി വെക്കുകയും ചെയ്യും. തെക്ക് പടിഞ്ഞാറൻ സമുദ്രത്തിലെ ന്യൂ കാലഡോണിയയിലുള്ള കാക്കകളാണ് ബുദ്ധിയുടെ കാര്യത്തിൽ ഏറ്റവും മുമ്പൻ. ഇവർ ഇരപിടിക്കാനായി സ്വന്തമായി ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടത്രേ. ഒരാപത്ത് വന്നാൽ ഇട്ടോടുന്ന മനുഷ്യർക്ക് നല്ല മാതൃകയാണ് കാക്കകൾ. കൂട്ടത്തിൽ ഒരാൾ ആപത്തിൽപ്പെട്ടാൽ ഇവർ ബഹളം കൂട്ടി ഒത്തുകൂടും. ശത്രു മനുഷ്യനാണെങ്കിലും കൂട്ടമായി ആക്രമിക്കും. ഇവരുടെ ഒത്തൊരുമ മനുഷ്യർ കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. ആയുസ് ചാകുന്ന കാക്കകളെ നമ്മൾ കണ്ടിട്ടില്ല എന്നതാണല്ലോ നമ്മുടെ വിഷയം. ചാകാറാകുന്ന കാക്കകൾ എവിടെ പോകുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രായമാകുന്നതോടെ പറക്കാൻ പക്ഷികൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടും. ഇതോടെ ഇവ കൂട്ടം വിട്ട് ഏകാന്തവാസത്തിൽ പോകും. വിജനമായ മരക്കൊമ്പിലോ മരപ്പൊത്തിലോ മരണവും കാത്ത് ഇരിക്കും. പറക്കുന്ന പക്ഷികൾക്ക് ശരീരഭാരം കുറവായിരിക്കും. തരുണാസ്ഥികളും വളരെ കുറച്ച് മാംസവും സുലഭമായ തൂവലുകളും ചിറകുകളുമുള്ള ശരീരഘടനയാണ് ഇവയുടേത്. ചത്താൽ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ ശരീരഭാഗങ്ങൾ നശിച്ചു പോകും. അല്ലെങ്കിൽ മറ്റു വലിയ പക്ഷികളോ മൃഗങ്ങളോ ഇവയെ ആഹാരമാക്കും. ഇതിനാലാണ് സ്വാഭാവിക മരണം സംഭവിച്ച കാക്കകളെ നമ്മൾ കാണാത്തത്.